ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി. നിങ്ങൾ ഞങ്ങളുടെ മേൽ കൈവച്ചുവോ, അവിടെ ഓരോ തുള്ളി രക്തത്തിന്റെയും വില യുഎസും ഇസ്രയേലും ഒടുക്കേണ്ടി വരും. ശത്രുക്കളുടെ ശത്രുവായ അല്ലെങ്കിൽ ആ ശത്രുതയെ മാത്രമാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. നീതി നടപ്പാക്കുക തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് മുജ്തബ ഖൊമേനി നൽകിയിരിക്കുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഈ ഒരു ഭീഷണിയിലൂടെ തന്നെ നൽകുന്നതും. ഇറാന്റെ ആ ഒരു മർമ്മസ്ഥാനം നോക്കി തന്നെയാണ് ഇസ്രയേൽ പണി കൊടുത്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ആയതിനാൽ തന്നെ ഇത് അവരെ കൊണ്ട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതാണ് മുജ്തബ ഖൊമേനിയുടെ വാക്കുകളിൽ നിന്നും പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, മുജ്തബ ഖൊമേനി ആകട്ടെ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് വീണ്ടും ഇസ്രയേലിന് നേരെ ഇത്തരം ഒരു ഭീഷണി മുഴക്കി അദ്ദേഹം രംഗത്ത് വരുന്നത്. അതായത് താൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലരിജാനിയുടെ കൊലപാതകത്തിന് പകരം വീട്ടുക തന്നെ ചെയ്യും എന്നതാണ് അതായത് പുതിയ പരമോന്നത നേതാവ് ഇവിടെ ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല, യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നതിൽ വലിയ ആശങ്കയും അങ്കലാപ്പും തന്നെയാണ് ലോകരാജ്യങ്ങളടക്കം പ്രകടിപ്പിക്കുന്നത്. മുജ്തബ ഖൊമേനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഓരോ തുള്ളി രക്തത്തിന്റെയും വില യുഎസും ഇസ്രയേലും ഒടുക്കേണ്ടി വരുമെന്നും ശത്രുക്കളുടെ ശത്രുതയെ മാത്രമാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. നീതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നതായിരുന്നു മുജ്തബ ഖൊമേനി പറയുന്നത്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണത്തിൽ അലി ലരിജാനി കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെടുകയും ചെയ്തു. മാത്രമല്ല, പിന്നാലെ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. അലി ലരിജാനി ആകട്ടെ കൊല്ലപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ തന്നെ ഇറാൻ സെക്രട്ടറി ഓഫ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ മേധാവി ആരാകുമെന്ന ചർച്ചകൾ പോലും സജീവമാവുകയാണ്. ഈ ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി രംഗത്ത് വരുന്നത്. ലരിജാനിക്ക് പകരക്കാരനായി തന്നെ IRGC മുൻ കമാൻഡറായ മൊഹ്സെൻ റസായിയുടെ പേരാണ് ഇവിടെ വലിയ രീതിയിൽ എടുത്തുയർത്തിക്കാട്ടുന്നത്. നിലവിൽ മുജ്തബ ഖൊമേനിയുടെ സീനിയർ സൈനിക ഉപദേശകനാണ് റസായി. കഴിഞ്ഞ ദിവസം മുജ്തബ ഈ സ്ഥാനത്തേക്ക് റസായിയെ തന്നെ നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1981 മുതൽ 1997 വരെ 16 ലക്ഷം ഇറാൻ സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു റസായി. 27-ാം വയസ്സിലാണ് റസായി ഇറാൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഒന്നിലധികം തവണ ഇറാൻ പ്രസിഡന്റ് ആ ഒരു തിരഞ്ഞെടുപ്പിൽ പോലും റസായി മത്സരിച്ചിട്ടുണ്ട്. ഇറാനിലെ പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലരിജാനിയെ ഇസ്രയേൽ ആകട്ടെ വലിയ രീതിയിൽ നിഷ്കരണം വധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകളുടെ വീട് സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. അതേപോലെ തന്നെ ലരിജാനി എവിടെയാണ് എന്നത് സംബന്ധിച്ച് പ്രദേശവാസികളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചനകൾ ലഭിച്ചതെന്നതാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാൻ നൽകിയിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കൂറ്റൻ സ്ട്രൈക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.